നമസ്കാരം, എല്ലാവർക്കും സൂപ്പർ സെക്കൻഡ് ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോ. ഞാൻ ഈ ഒരു വീഡിയോ കൂടെ പറയുമ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് അടുത്തൊരു പ്ലെയറിൻ്റെ വാർത്തയും കൂടി കിട്ടിയിട്ടുണ്ട്. ഒരു ഡിഫൻഡറാണ്, ഫ്രാൻസിൻ്റെ താരമാണ് അദ്ദേഹം എടുത്തത്. ഫ്രാൻസ് ആണ് അദ്ദേഹത്തിൻ്റെ രാജ്യം. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ഈ ചാനലിൽ കാണാൻ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്തേക്കാൻ ബെൽ ബട്ടൺ എനേബിൾ ആക്കി ഞാനിരുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഇട്ട്. അപ്പം എന്തായാലും വീഡിയോയിൽ കിടക്കാം. മാർക്കോ ലെസ്കോവിച്ചിനെ പകരക്കാനായിട്ട് ബ്ലാസ്റ്റേഴ്സ് ഒരു ഡിഫൻഡറെ കൊണ്ടുവരാനായിട്ട് അങ്ങ് ഫ്രാൻസിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. അലക്സാണ്ടർ കോയ്ഫ് എന്ന താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നത്. INTWC എന്ന മാധ്യമങ്ങൾക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ചില പുറത്തുള്ള ജേർണലിസ്റ്റുകൾ ഈ ഒരു കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നുള്ളതാണ്. ഡിഫൻഡറാണ് കേരള ബ്ലാസ്റ്റേഴ്സിരിക്കുന്നത്. 32 വയസ്സാണ് അദ്ദേഹത്തിൻ്റെ ഏജ് എന്ന്. യൂറോപ്പിലെ പല ക്ലബിനും വേണ്ടി കളിച്ചൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ പോകുന്നത്. ഈ ഫ്രാൻസിലും അതേപോലെ തന്നെ ബെൽജിയത്തിലും സ്പെയിനിലും അദ്ദേഹം കളിച്ചൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറാണ്. ഈ ഒരു പ്ലെയറെ കൊടുത്ത് എടുത്തു പറയുകയാണ്. ഗ്ലാഡിയേറ്റർ മാർക്കോ ലെസ്കോവിച്ചിൻ്റെ പകരക്കാരനായിട്ടാണ് അദ്ദേഹം വരുന്നത്. അത്യാവശ്യം മികച്ചൊരു പ്രൊഫൈലുള്ള പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നോക്കിയാണ് അത്യാവശ്യം മികച്ചൊരു പ്ലെയർ തന്നെയാണ് എടുത്തു പറയുന്നത്. യൂറോപ്പിലെ പല ക്ലബ്ബുകൾക്കും വേണ്ടി കളിച്ചൊരു എക്സ്പീരിയൻസ് ഉള്ളൊരു പ്ലെയർ തന്നെയാണ്. ഒരു താരത്തെ എടുത്തു പറയുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഈ ഒരു താരം വരുന്നുണ്ട്. നമ്മൾ കണ്ടു തന്നെ കാണാം. മാർക്കോ ലെസ്കോവിച്ചിൻ്റെ പകരക്കാരനായിട്ടാണ് എന്തായാലും ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ പോകുന്നത്. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ എനേബിൾ ആക്കി ഇട്ടാൽ ഞാനൊരു വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം എന്തായാലും